പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424239116. വി അബ്ദുറഹ്മാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയാകും. പ്രവാസികാര്യ വകുപ്പിന് അധിക ചുമതല കൂടി അബ്ദുറഹ്മാൻ നൽകിയിട്ടുണ്ട്. വി അബ്ദുറഹ്മാൻ മന്ത്രിയായി വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പുതുമുഖങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയ മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ വകുപ്പുകളിലും ചരിത്രപരമായ തീരുമാനങ്ങളാണ് CPIM എടുത്തത്. താനൂരിൽ നിന്നുള്ള MLA വി അബ്ദുറഹ്മാന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് നൽകിയത്. പ്രവാസികാര്യ വകുപ്പ് കൂടി അബ്ദുറഹ്മാൻ കൈകാര്യം ചെയ്യേണ്ടി വരും. കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ മലപ്പുറത്തിന്റെ പ്രതിനിധിയായി മന്ത്രിയായ KT ജലീൽ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് തന്നെയാണ് അബ്ദുറഹ്മാനും നൽകിയിട്ടുള്ളത്. MLA ആയി 5 വർഷം സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച അബ്ദുറഹ്മാൻ മന്ത്രിയായും തിളങ്ങുമെന്ന കാര്യം തീർച്ചയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കാര്യനിർവഹണ വികസന പദ്ധതികളുടെ മൊത്തമായ നയം, ആസൂത്രണം, ഏകോപനം, വിലയിരുത്തൽ, പുനരവലോകനം എന്നിവയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതലകൾ. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയുള്ള നയങ്ങൾ നടപ്പിലാക്കുന്നതും വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. ന്യൂനപക്ഷത്തെ സംബന്ധിക്കുന്ന ഏതു പ്രവർത്തനവും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ താനൂരിൽ നിന്ന് 2ാം തവണ ചരിത്ര വിജയം നേടിയാണ് അബ്ദുറഹ്മാൻ നിയമസഭയിലെത്തിയത്. മണ്ഡലത്തിൽ കാഴ്ചവെച്ച നിസ്തുലമായ സേവനങ്ങൾക്ക് അദ്ദേഹത്തിന് അർഹതയ്ക്കുള്ള അംഗീകാരം കൂടിയാണ് മന്ത്രിസ്ഥാനം. കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തെത്തിയ അബ്ദുറഹ്മാൻ ലീഗിലെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെയും PK ഫിറോസിനെയും പോലുള്ള വമ്പന്മാരെ തോൽപ്പിച്ചാണ് 2 തവണയും നിയമസഭയിലെത്തിയത്.